ഒരിക്കൽ കൂടി കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുട ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ അടുത്തൊരു കുടയുണ്ട്. ഈ കുട ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചോദിക്കും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഈ കുട വർക്ക് ചെയ്യാത്തൊരു കുടയാണ്. നമ്മളപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കുടയിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെ പോയാലും കുടയുടെ ശീല അരിക്കലാണ് ഫസ്റ്റത്തെ പരിപാടി. നമ്മളപ്പോൾ ആദ്യം ഞാൻ അവിടെ കുട വെച്ചിട്ടുണ്ട്. ശീല നമ്മൾ എന്ത് ചെയ്യണം, നൈഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ത്രെഡ് കട്ട് ചെയ്ത് നമുക്ക് ശീല പതിയെ അടർത്താം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് അടിക്കുക. പിന്നെന്താ, എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ. ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള പല ഐഡിയാസും ഡിസൈൻസും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചീത്തയായിട്ടുള്ള കുടയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നൈസായിട്ട് പിന്നെ കുറച്ച് പണിയുണ്ട്, എന്നാലും നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ കാണാം. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ കുട അഴിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് 5 എണ്ണം അഴിച്ചിട്ട് ഞാൻ 1 2 3 4 5 അങ്ങനെ 5 ശീല അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് കുടശീലയുടെ തുമ്പ് ഓൾറെഡി പീക്കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് എഡ്ജ് ഫിനിഷ് ചെയ്തിട്ടുള്ള, കാരണം നമുക്ക് അടിവശത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഓൾറെഡി ഫ്ലയേർഡ് ആയിട്ടുള്ള കാരണം നമുക്ക് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുടയുടെ ഒരു വശത്തു നിന്ന് സെൻറ്ററിലേക്ക് കട്ടയാണ് വേണ്ടത്. എന്നിട്ട് നമ്മളൊരു സൈഡ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം എടുത്തിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോയിൻ്റ് നോക്കിയിട്ട്, മീൻസ് അറ്റവശത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ കുടയും കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ശീലയും ഒരുവിധം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓരോ കുടയുടെയും ഒരു വശം കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ 2 അറ്റവശങ്ങളുണ്ടാവും. ആ 2 അറ്റവശങ്ങൾ തമ്മിലിട്ട് 3 പീസ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ഈ മെറ്റീരിയൽ അധികം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമുക്ക് കുടയുടെ ശീല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് അധികം വേസ്റ്റ് ബാൻഡും അതേപോലെ തന്നെ മേലത്തെ പോർഷനും മാത്രമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിന് ശേഷം വേസ്റ്റ് പോർഷനും അതേപോലെ തന്നെ ടോപ്പ് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ മേലത്തെ പോർഷനുള്ള ഗ്യാദറിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിവശം വീതി കുറഞ്ഞിട്ടും മേൽവശം വീതി കൂടിയതായിരിക്കും. അപ്പോൾ നമ്മളൊരു ഗ്യാദറിംഗ് സ്റ്റൈൽ ഡ്രസ്സാണ് നമ്മൾ കുടശീല ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ചെറുതായിട്ട് ഗ്യാദറിങ് ഇട്ടു. ഇനി എലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഗ്യാദറിങ് ഇടാണ്. എലാസ്റ്റിക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്യാദറിങ് വരും. നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു മോഡലിനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണത്.
നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള കൊടശീല, അതായത് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ് ഡിസൈനിങ് ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്തത്. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.